മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേറെ ഒന്നുമല്ല പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അലീനയെ കാണണമെന്ന്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അലീനയെ വന്ന് കാണാവുന്നതാണ്. അതിന് ഞാനൊരു തടസ്സവും നിൽക്കില്ല എന്ന് പറയുമ്പോൾ, മിസ്റ്റർ മേനോൻ, ഞാൻ എപ്പോഴാണ് വരേണ്ടത് എന്ന് സ്റ്റാൻലി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാം, വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ സ്റ്റാൻലി, ഞാൻ അന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞ് തിരികെ വന്ന ആ സമയം നിങ്ങളെൻ്റെ കൺമുൻപിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ തലയിൽ തോക്ക് വെച്ച് ഞാൻ പൊട്ടിച്ച് കളഞ്ഞനെ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ആ സമയം കൊന്നു കളഞ്ഞനെ എന്ന് ബാലചന്ദ്രൻ പറയുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കള്ളങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, മറച്ചു പിടിക്കുന്നുണ്ട് സത്യങ്ങളെല്ലാം. നിങ്ങൾക്ക് തന്നെ അറിയാം അലീന ആരാണെന്ന്. നിങ്ങൾ അലീനയെക്കുറിച്ച് സത്യത്തിൽ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ബാലേന്ദ്രൻ അത് പിന്നെ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം സ്റ്റാലിൻ, നിങ്ങൾ അലീനയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു. പക്ഷേ നിങ്ങളുടെ അച്ഛനായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം നിന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ സ്റ്റാലിൻ ബാലചന്ദ്രൻ്റെ ഊഹങ്ങളെല്ലാം കൃത്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയിരിക്കെ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരാം, അലീന വീട്ടിൽ തന്നെയുണ്ട്, കാണാം, അവളോട് സംസാരിക്കാമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ താൻ അധികം വൈകാതെ തന്നെ വരുമെന്ന് പറയുമ്പോൾ, നാളെ തന്നെ വരുമെന്ന് പറയുമ്പോൾ വരാനായിട്ട് പറയുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ കാണാനായിട്ട് കഴിയുക. ഇതേ സമയം അങ്ങനെ ഗോവർദ്ധനും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ഗോവർദ്ധനും സ്റ്റാലിനെ പരിചയപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ഗോവർദ്ധൻ താൻ ആരാണെന്ന് സ്റ്റാലിനോട് വ്യക്തമാക്കുന്നതും കാണാനായിട്ട് കഴിയുന്നു. ഇതേ സമയം പറഞ്ഞു, മിസ്റ്റർ മേനോൻ നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു, എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും സ്റ്റാലിൻ ബാലേട്ടനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ വരുന്ന കാര്യം നമ്മുടെ ഇവനോട് പറയുന്നുണ്ട്, ഗോവർദ്ധനോട്. ഇതേ സമയം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനും പുറത്തേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയം ഗോവർദ്ധൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര, അതായത് ബാലേട്ടാ, സത്യം പറഞ്ഞാൽ അലീനയും ആളും തമ്മിൽ കണ്ടാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് പ്രശ്നവും കാര്യങ്ങളൊന്നും ആവുമൊന്നുമില്ല, അതോർത്ത് നീ പേടിക്കണ്ട, അവർ അച്ഛനും മോളും ഒന്ന് മുഖാമുഖം കാണട്ടെ, എന്നിട്ട് എന്താ സംഭവിക്കാമെന്നൊക്കെ നമുക്ക് അപ്പം നോക്കാമല്ലോ. ദൈവം സഹായിച്ച് ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നൊന്നുമില്ലെന്നേ. അതൊന്നും നമ്മളിപ്പോൾ മനസ്സിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കാരണം ഒന്നും തന്നെ നടക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. സ്റ്റാലിൻ വന്ന് അവളുടെ മകളെ കാണട്ടേനെ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സ്റ്റാലിൻ അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പടി കയറി എത്തുന്ന ഒരു കാഴ്ച കാണാം. ഇതേസമയം ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ, അതായത് നിന്നെ ജോലിക്ക് ഞാൻ അന്വേഷിച്ച സ്ഥലത്ത് നിന്ന് ആൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അലീന കുറച്ച് പ്രിപ്പയർഡാണ് എന്ന് കാണാം. അലീനയ്ക്ക് എങ്ങനെയെങ്കിലും കടപ്പാട്ടൂർ വീട്ടിൽ നിന്നും പോകണം. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും അതായത് ബാലേന്ദ്രൻ്റെയും വൈജയന്തിയുടെയും ബന്ധം നന്നായി നിലനിൽക്കണം. മാഡം തിരിച്ചു വരണം. തിരിച്ചു വന്നതിന് ശേഷം മാഡം നല്ല രീതിയിൽ ജീവിക്കണം, മക്കളെ നോക്കണം, അവർക്ക് തൻ്റെ സഹോദരങ്ങൾക്ക് ഒരു അമ്മയായി ജീവിക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അലീന സത്യം പറഞ്ഞാൽ പടിക്കിറങ്ങി പോകാനായിട്ട് ഒരുങ്ങുന്നത്, ഇത്രയും ധൃതി കാണിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ, പ്രേക്ഷകരെ.